Hi, good morning everybody. What about your study level? Did you study everything? Okay. In every class, I already told you one thing. You should read your textbook very carefully, otherwise you have no improvement. Social sciences speciality here is so many chapters included, especially 3 subjects: history, geography and politics. That's why regular reading only the solution. All of you should read very clearly, otherwise you have no idea about any topic. Okay, I think all of you read very well the previous topic, the trade, craft and cities. There we completed certain topics, subtopics like flourishing villages, production of surplus crops, growth of craft, town, lastly growth of trade. From growth of trade, here is some another small topics like coinage, gilt, etc. But today we want to discuss about coinage. So what is our next topic? Coinage. We moving on. Coinage. Okay. What is the meaning of coinage? Traders ഒക്കെ കോയിൻസ് ഒക്കെ യൂസ് ചെയ്ത ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. As trade and commerce flourished, merchants and traders traveled to all corners of India and beyond. All of you take page number 62, left side. There is one heading, coinage. All of you look there. As trade and commerce flourished. Trade and commerce flourished. Trade and commerce ഒക്കെ ഫ്ലറിഷ് ചെയ്ത സമയത്ത് merchants and traders traveled to all corner of India and beyond. Merchants and travelers, അല്ലേ, കച്ചവടക്കാരും സഞ്ചാരികളൊക്കെ ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അപ്പുറം, ബിയോണ്ട്, അതിനും അപ്പുറത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങി. Contact with the Persians and Greek possibly led to the introduction of coinage. Contact with the Persians and Greeks, അല്ലേ, ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിലൂടെ ഇവിടെ എന്തിന് തുടക്കം കുറിച്ചു? കോയിനേജിന്, അല്ലേ, ഒരു നാണയ കാലഘട്ടത്തിന് തന്നെ, അല്ലെങ്കിൽ കോയിൻസ് യൂസ് ചെയ്യണ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് കോയിനേജ്. What is the reason behind it? Because here is travelers and traders moving across the country and beyond the country. Contact between Persians and Greeks, it possibly led to the introduction of coinage. Okay. In India, punch-marked silver, copper and bronze coins and unmarked copper coins came into use around the 6th century BC. 6th century BCയിൽ ഇന്ത്യയിൽ പഞ്ച് മാർക്കഡ് കോയിൻസ്, അല്ലേ, എന്താ പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തിയിട്ടുള്ളതിന് കോയിൻസ്, അല്ലേ, നാണയങ്ങളൊക്കെ അടിച്ച് അതിനൊരു കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ള കോയിൻസാണ് യൂസ് ചെയ്ത്. അതിനുവേണ്ടി അവർ യൂസ് ചെയ്ത മെറ്റൽസ് എന്ന് പറയുന്നത് സിൽവർ, കോപ്പർ, ബ്രോൺസ് ആൻഡ് അൺമാർക്ക്ഡ് കോപ്പർ കോയിൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർ യൂസ് ചെയ്തിട്ടുള്ളത് അൺമാർക്ക്ഡ് കോപ്പർ കോയിൻസ് കെയിം ഇൻ ടു യൂസ് അറൗണ്ട് ദ 6th century BC. Coins provided a uniform and convenient means of exchange. It provide a uniform and convenient means of exchange, അല്ലേ, ഏറ്റവും സുഗമമായ രീതിയിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂണിഫോം, ദാറ്റ് മീൻസ് സെയിം വാല്യൂ ഉണ്ടാകും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് 100 rupees ഇൻ യുവർ ഹാൻഡ് ഓൾസോ 100 rupees ദാറ്റ് ഹാവ് സെയിം വാല്യൂ. എൻ്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് സെയിം വാല്യൂ ആണുള്ളത്, സെയിം ആസ് ഹിയർ ഇസ് യൂണിഫോം. ദെൻ ദിസ് പ്രൊമോട്ടഡ് ട്രേഡ്. അപ്പോൾ ഇവിടെ കോയിൻസ് യൂസ് ചെയ്തു, അതോടുകൂടി ട്രേഡ് പ്രൊമോട്ട് ചെയ്തു. ദ അർത്ഥശാസ്ത്ര മെൻഷൻ കോയിൻസ് ഓഫ് ഡിഫറെൻറ്റ് വാല്യൂസ് ആൻഡ് സ്പെഷ്യൽ ഓഫീസേഴ്സ് ഇൻ ചാർജ് ഓഫ് കോയിനേജ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കോയിനേജ് അല്ലെങ്കിൽ നാണയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കോയിൻസ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓഫീസേഴ്സിനെ എന്താണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ അർത്ഥശാസ്ത്ര മെൻഷൻ ദ കോയിൻസ് ഓഫ് ദ ഡിഫറെൻറ്റ് വാല്യൂസ്. അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട് കോയിൻസിന് പല വാല്യൂ ഉള്ള, അല്ലെ, പല മൂല്യങ്ങളുള്ള കോയിൻസിന് നിലനിന്നിരുന്നു. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഗിൽഡ്. ഗിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെർച്ചൻസിൻ്റെ, കച്ചവടത്തിൻ്റെ ഒക്കെ ഒരു സംഘത്തിന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഗിൽഡ് എന്ന് പറയാം, സംഘടന, സംഘം, ദാറ്റ് ഈസ് കാൾഡ് ഗിൽഡ്.
Merchants and craftsmen were organized into guild. Merchants craftsmen ഒക്കെ ഓർഗനൈസ് ചെയ്തതാണ് ഗിൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, merchants and craftsmen organized guild. Then, which looked after their interest. South Indian merchants and craftsmen were organized into guild whose members were called നിഗമാറ്റാസ്. ഇതിലെ മെമ്പേഴ്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നിഗമാറ്റാസ് എന്നാണ്. There were separate guild for different types of traders and craftsmen. Okay, there were separate guild for different types of traders and craftsmen. അവർക്ക് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഗിൽഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മെൻ. പല കച്ചവടക്കാർക്കും അല്ലെങ്കിൽ പല ഹാൻഡിക്രാഫ്റ്റ് അല്ലെ കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും അവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗിൽഡുകൾ ഉണ്ടായിരുന്നു. ഈച്ച് ഗിൽഡ് ഹാഡ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോ ഗിൽഡിനും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ ഗിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർച്ചൻസും ക്രാഫ്റ്റ്മെനൊക്കെ ഓർഗനൈസ് ചെയ്തതാണ് ഗിൽഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രേണി, അതല്ലെങ്കിൽ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരും കൈത്തൊഴിലുകാരും ഒക്കെ അവരുടേതായിട്ടുള്ളൊരു സംഘം. ഓക്കെ, ദേ ഹാവ് ദെയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോ ഗിൽഡിനും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. The guild brought raw materials and coordinated the production and distribution of goods, the regulations of weight and measures, then the pricing of goods and other commercial activities. The guild bought raw materials. അല്ലേ, ഒരു ഗിൽഡിൽ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ അവരുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവർ കളക്ട് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് അല്ലേ, എല്ലാവരും ഒന്നിച്ച് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നത്, എന്നിട്ട് അത് വിൽക്കുന്നതും ഒന്നിച്ചിട്ടാണ്. ആൻഡ് ദ റെഗുലേഷൻ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, അതോടൊപ്പം എന്താണ് അളവ് തൂക്കങ്ങളൊക്കെ അവർ നിയന്ത്രിച്ചിരുന്നു. ദ പ്രൈസിങ് ഓഫ് ഗുഡ്സ് അല്ലേ, അവരുണ്ടാക്കുന്ന സാധനങ്ങളുടെ പ്രൈസ് അല്ലേ, വില എത്രയാണെന്നുള്ളത് നിശ്ചയിക്കാനുള്ള അധികാരം അവർക്കായിരുന്നു. ആൻഡ് അതർ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മറ്റുള്ള വാണിജ്യപരമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നടത്തിയിരുന്നത് ഗിൽഡായിരുന്നു. ദെൻ ഗിൽഡ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ ഈവൻ ആക്റ്റഡ് ആസ് ബാങ്ക് അല്ലേ, വെസ്റ്റേൺ ഇന്ത്യയിൽ ചിലപ്പോൾ എന്താണ് ബാങ്കായിട്ട് വരെ ഗിൽഡ് ആക്ട് ചെയ്തിട്ടുണ്ട്. ഗിൽഡ് ഓഫൺ മെയ്ഡ് ഡൊണേഷൻ ടു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് മൊണാസ്റ്ററീസ്. ചിലപ്പോൾ ഇവരെന്താണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഡൊണേഷനൊക്കെ സംഭാവനകളൊക്കെ നൽകാറുണ്ടായിരുന്നു. ലൈക്ക് മൊണാസ്റ്ററി അല്ലേ, മൊണാസ്റ്ററി പോലുള്ളതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗിൽഡുകൾ, കാരണം അവർ കച്ചവടക്കാരാണ്, അവർക്ക് എപ്പോഴും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് റെസ്റ്റിംഗ് പ്ലേസിന് വേണ്ടിയിട്ട് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവരെന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മൊണാസ്റ്ററീസൊക്കെ ബിൽഡപ്പ് ചെയ്യുന്നതിന് രാജാക്കന്മാരും അതുപോലെ തന്നെ വെൽത്തി മേർച്ചൻസ് അല്ലേ, ട്രേഡേഴ്സ്, നല്ല സമ്പന്നരായിട്ടുള്ള കച്ചവടക്കാരൊക്കെയാണ് അതിന് ഡൊണേഷൻ സംഭാവനകളൊക്കെ നൽകിയിട്ട്. അപ്പോൾ ഹിയർ ഓൾസോ ദീസ് ഗിൽഡ് ഡൊണേറ്റഡ് സംതിങ്. Sometimes guild exercised political influence as well. Later on, some guild developed into caste. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ടെന്നുള്ളത് ഗിൽഡ് എക്സസൈസ്ഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആസ് വെൽ അല്ലേ, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനമൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ലാർജ് ഓൺ സം ഗിൽഡ് ഡെവലപ്ഡ് ഇൻ ടു കാസ്റ്റ്. ചിലപ്പോൾ ഗിൽഡുകൾ ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറാറുണ്ട് കാസ്റ്റ്, ജാതികൾ, ഓരോരോ ഗിൽഡാണെന്നു അവർ അവരുടേതായിട്ടുള്ള ഓരോ ജാതികൾ കാസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, then we want to discuss about some important trading port. What is the next topic? Some important trading port. Some important trading port. Firstly, Brigugacha. Okay. Brigugacha, which the Greeks called Barigasa. ഈ ബൃഗച്ച എന്നുള്ളത് ഗ്രീക്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബാരിഗാസ. ഓൾ ഓഫ് യു അണ്ടർലൈൻ. ഇറ്റ്സ് ടുഡേ നോൺ ആസ് ബ്രൗച്ച്. നൗ ഇറ്റ് ഈസ് കാൾഡ് ബ്രൗച്ച്. ദ ആൻഷ്യൻ ടൈം ഇറ്റ് ഈസ് എ ബൃഗുഗച്ച. ഓക്കെ, okay, but now here we are discussing Brigugacha. Brigugacha, which the Greeks called Barigaza, is today known as the Brauch. It is situated on the coast of Gujarat. This Brauch is situated on the coast of Gujarat. ഗുജറാത്തിൻ്റെ തീരങ്ങളിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്.
ഇറ്റ് വാസ് വൺ ഓഫ് ദി ബിസിയസ്റ്റ് ആൻഷ്യൻ പോർട്ട്. ആദ്യകാലത്ത് ഏറ്റവും തിരക്കേറിയ ഒരു പോർട്ടായിരുന്നു, തിരക്കേറിയ ഒരു തുറമുഖമായിരുന്നു, അല്ലെ ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ടായിരുന്നു. that is the Brauch or Barigasa or Brigugacha. Most of India's trade with West Asia was carried out from this port. വെസ്റ്റ് ഏഷ്യയിലേക്കുള്ള കൂടുതൽ ട്രേഡും ഇന്ത്യയിൽ നിന്നുള്ള ട്രേഡ് പോയിരുന്നത് ഇവിടെ നിന്നായിരുന്നു. The goods imported into the port included wine, tin, lead, glass, topaz, gold and silver. What are the items? Listen, here is the goods imported into the port included. കുറേ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് മീൻസ് കയറ്റുമതി ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പോർട്ട്. ഇനി അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഇമ്പോർട്ട്. ഓക്കെ, വാട്ട് ആർ ദ ഐറ്റം? ഹിയർ ഈസ് വൈൻ, ടിൻ, ലെഡ്, ഗ്ലാസ്, ടോപ്പസ്, ഓക്കെ, ദെൻ ഗോൾഡ് ആൻഡ് സിൽവർ. എന്താ ടോപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രത്നമൊക്കെ പോലുള്ളത്. ഓക്കെ, then here is among the items of export were spices, then malabatram, that is the plants used to make ointments, the certain ointments, okay, that is the malabatram, that type of keep here. Okay, here among the item exported were spices. Imported item we already discussed. Then here is some exported item like spices, malabatram, that is plants used to making ointment. ഓയിൻമെൻറ്റുകളൊക്കെ ഉണ്ടാക്കുക നമ്മൾ പ്ലാന്റ്സിൽ നിന്ന്, ഔഷധ സസ്യങ്ങളിൽ നിന്നൊക്കെ. നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടിട്ടില്ലേ, ലിപ്പൊക്കെ ഇങ്ങനെ ഡ്രൈ ആവണമെങ്കിൽ ഒരു ലിപ് ബാമായിട്ട് മാലപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആദ്യ സമയങ്ങളിലൊക്കെ പരസ്യങ്ങളിലൊക്കെ കാണാമായിരുന്നു. ഓക്കെ, ലിസൺ, ദ പ്രഷ്യസ് സ്റ്റോൺസ് സച്ച് ആസ് ഡയമണ്ട് ആൻഡ് സഫയേഴ്സ്, അല്ലേ, പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണുകൾ, ഡയമണ്ടുകളും അതുപോലെ തന്നെ സഫയറൊക്കെ, അല്ലേ, നീലരത്നം എന്നൊക്കെ പറയണത്, അതൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് ഇറക്കാറുണ്ടായിരുന്നു. ദെൻ local rulers received gift such as gold and silver jewelry. Local rulers received gift, അല്ലേ, ലോക്കൽ റൂളേഴ്സൊക്കെ എന്താണ് ഗിഫ്റ്റുകളൊക്കെ റിസീവ് ചെയ്യാറുണ്ടായിരുന്നു. ലൈക്ക് ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറി, അല്ലേ, സ്വർണത്തിൻ്റെ വെള്ളിയുടെയൊക്കെ ആഭരണങ്ങൾ. ദെൻ സിംഗിങ് ബോയ്സ്, ബ്യൂട്ടിഫുൾ മെയ്ഡൻസ്, വൈൻസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. ദെൻ the merchants of Brigugacha were among the wealthiest of the people. അല്ലേ, the merchants of the Brigugacha, അല്ലേ, ബ്രിഗുഗച്ചയിലുള്ള merchants വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളായിരുന്നു. as were craftsmen such as goldsmith and perfume manufacturers. അവരുടെ ക്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെയിനായിട്ട് ഗോൾഡ് സ്മിത്ത്, അല്ലേ, ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ജ്വല്ലറി മേക്കേഴ്സാണ്. വി സേ ഇൻ മലയാളം നമ്മൾ തട്ടാന്മാർ അറിയില്ലേ, സ്വർണ്ണപ്പണി ചെയ്യണ സ്വർണ്ണപ്പണിക്കാരും. അതുപോലെ തന്നെ പെർഫ്യൂം മാനുഫാക്ചേഴ്സ്, അല്ലേ, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് നല്ല പെർഫ്യൂമൊക്കെ സ്പ്രേ ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടായിരുന്നു. അത്തർ, സ്പ്രേ, ഊത്, അങ്ങനെയുള്ളതൊക്കെ. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് അരിക്കമേഡു. അപ്പം ഫസ്റ്റ്ലി വി ഡിസ്കസ് അബൌട്ട് ഭൃഗുഗച്ച. നെക്സ്റ്റ് വൺ ഈസ് ദ അരിക്കമേഡു. ഓക്കെ, ദെൻ ഹിയർ അരിക്കമേഡു, the ancient fishing settlement of the അരിക്കമേഡു. ആൻഷ്യൻ ഫിഷിംഗ് സെറ്റിൽമെൻ്റ് ആയിരുന്നു അരിക്കമേഡു. ഇറ്റ് സിറ്റുവേറ്റഡ് സൗത്ത് ഓഫ് പോണ്ടിച്ചേരി, നൗ ഇറ്റ് ഈസ് കാൾഡ് പുതുച്ചേരി, അല്ലേ, സൗത്ത് ഓഫ് പോണ്ടിച്ചേരിയിലാണ് അരിക്കമേഡ് സിറ്റുവേറ്റ് ചെയ്യണത്. ഇറ്റ് എമേർജ്ഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർട്ട് സിറ്റി അണ്ടർ ദ ചോളാസ്, എ പവർഫുൾ സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റി, അല്ലേ. ഇവിടെ 3 ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്നു, ചേര, ചോള, പാണ്ഡ്യ എന്നുള്ളത്. അതിൽ ആ ചോള ഡൈനാസ്റ്റിയിലെ കീഴിലായിരുന്നു പുതുച്ചേരിയിൽ ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട് സിറ്റി ആയിരുന്നു, അല്ലേ, ഒരു തുറമുഖ നഗരമായിരുന്നു അരിക്കമേഡു. Our knowledge about അരിക്കമേഡു ഈസ് ഡിറൈവ്ഡ് മെയിൻലി ഫ്രം ആർക്കിയോളജിക്കൽ റിമൈൻസ്. നമുക്കിവരെക്കുറിച്ചുള്ള അറിവ് പ്രധാനമായിട്ട് ലഭിക്കുന്നത് ആർക്കിയോളജിക്കൽ റിമൈൻസ് ആൻഡ് ഫ്രം റഫറൻസസ് ഇൻ സംഗം ലിറ്ററേച്ചർ, അല്ലേ, സംഗം ലിറ്ററേച്ചറിൽ നിന്നുള്ള റഫറൻസസിൽ നിന്നും ആർക്കിയോളജിക്കൽ റിമൈൻസിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇവരെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. അരിക്കമേഡു വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ട്രേഡ് വിത്ത് റോം, അല്ലേ, അരിക്കമേഡു വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ട്രേഡ് വിത്ത് റോം. റോമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നത് അരിക്കമേഡു. ദെൻ
സം റോമൻ ട്രേഡേഴ്സ് സീം ടു ഹാവ് സെറ്റിൽഡ് ഇൻ അരിക്കമേട്. അതുകൊണ്ട് തന്നെ റോമുമായിട്ട് നമുക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില റോമൻ ട്രേഡേഴ്സൊക്കെ അരിക്കമേടുകൾ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. ഇൻ എ സെപ്പറേറ്റ് പാർട്ട് ഓഫ് ദ സിറ്റി. അവർ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സിറ്റിയിലെ ഒരു സെപ്പറേറ്റ് പാർട്ടായിരുന്നു, ഒരു പ്രത്യേക വിഭാഗത്തിലായിരുന്നു. സംഘം ലിറ്ററേച്ചർ റെഫേഴ്സ് ടു റോമൻസ് ആസ് യാവനാസ്. സംഘം ലിറ്ററേച്ചറിലൊക്കെ ഇവരെക്കുറിച്ച് യാവനാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹിയർ ഫൈൻ ടെക്സ്റ്റൈൽ ഫ്രം ദ ചോള കിങ്ഡം വർ ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഓഫ് എക്സ്പോർട്ട് ഇൻ അഡീഷൻ ടു ബീഡ്സ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ഷെൽ ബാംഗിൾസ് ആൻഡ് ഗ്ലാസ്. അല്ലേ, എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പ്രധാനമായിട്ട് കയറ്റുമതി ചെയ്തിട്ടുള്ളതെന്ന്? ഫൈൻ കോട്ടൺ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. ഹിയർ ഫൈൻ ടെക്സ്റ്റൈൽസ് എന്നാൽ നല്ല തുണിത്തരങ്ങൾ, അല്ലേ, നല്ല ക്ലോത്തുകൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യായിരുന്നു. അതിന് പുറമെ ബീഡ്സ്, മുത്തുകൾ, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങളൊക്കെ, അതുപോലെ തന്നെ ഷെൽ ബാങ്കിൾ ആൻഡ് ഗ്ലാസ്, റോമൻ ഗോൾഡ്, സിൽവർ, ജംസ്, ലാംപ്സ്, ഗ്ലാസ് വെയർ, വൈൻ, ഗാരം, ദാറ്റ് ഈസ് എ ഫിഷ് സോസാണ്. ഓക്കെ, ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒന്നാണ് ഗാരം എന്ന് പറയുന്നത്. സോസില്ലേ, നമ്മൾ ടൊമാറ്റോ സോസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫിഷ് കൊണ്ടുള്ളൊരു സോസ്. ആൻഡ് ഒലീവ് ഓയിൽ വർ ഇമ്പോർട്ടഡ്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതായിരുന്നു റോമൻ ഗോൾഡ്, സിൽവർ, ജം, ലാംപ്സ്, ഗ്ലാസ് വെയർ, വൈൻ, ഗാരം, എക്സെട്ര. വൈൻ ആൻഡ് ഒലീവ് ഓയിൽ വർ ട്രാൻസ്പോർട്ടഡ് ടു ഇന്ത്യ ടു ഡബിൾ ഹാൻഡിൽഡ് ജാർസ്. അല്ലേ, വൈൻ ആൻഡ് ഒലീവ് ഓയിൽ, വൈനും ഒലീവ് ഓയിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹാൻഡിൽഡ് ജാർസിലായിരുന്നു. അല്ലെങ്കിൽ അതിന് നമ്മളെന്താ പറയുന്നത്, ആംഫോറ എന്നായിരുന്നു അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആംഫോറ എന്നായിരുന്നു അതിന് പറയുന്നത്. റിമൈൻസ് ഓഫ് ദ ആംഫോറ ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് അരിക്കമേഡു. അരിക്കമേഡിൽ നിന്ന് ഈ ആംഫോറയുടെ ഈ ഡബിൾ ഹാൻഡിൽഡ് ജാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. റിമൈൻസ് ഓഫ് എ കൈൻഡ് ഓഫ് ഗ്ലേസ്ഡ് റെഡ് ഇറ്റാലിയൻ പോട്ടറി കാൾഡ് അരട്ടൈൻ വെർ ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട്. അവിടെ നിന്ന് ഇറ്റാലിയൻ പോട്ടറി ആയിട്ടുള്ള അരട്ടൈനും ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. മെനി സാമ്പിൾസ് ഓഫ് ഇന്ത്യൻ പോട്ടറി ഫൗണ്ട് അറ്റ് അരിക്കമേഡു ഹാവ് ഡിസൈനിങ് റിസംബ്ലിംഗ് ടു റോമൻ ഡിസൈൻ. അരിക്കമേഡുവിലുള്ള പല ഡിസൈനുകളും റിസംബിളാണ്. റിസംബിൾസ് മീൻസ് സാമ്യമുണ്ട്. എന്തുമായിട്ട് സാമ്യമുണ്ട്? റോമൻ ഡിസൈനുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ സാമ്യമുള്ളതായിരുന്നു അരിക്കമേഡുവിലെ ഡിസൈൻസ്. ഓക്കെ, അപ്പോൾ ഹിയർ വി ഡിസ്കസ്ഡ് some important trading port, especially Brigugacha and Arikamedu. Children, listen here, very important topic, Brigugacha and Arikamedu. Okay, then all of you listen here. We want to discuss about, firstly, fill in the blanks, then true or false, choose the correct option. Okay. First, fill in the blanks. What Kadashiyar was in South India, dash was in North India. Karmagara. F ആണ് കേട്ടോ, F. Karmagara. What is the second one? Kashi was famous for its dash industry. Textile industry. Kashi was famous for textile industry. What is the third one? Hippalas used his knowledge of the dash to chart a straighter sea route to India. Monsoon wind ആണ് ഹിപ്പാലസ് യൂസ് ചെയ്തത്. Monsoon wind. What is the fourth one? Tamralipti was located on the dash coast of India. East coast of India. East coast of India. Fifth one. Dash linked India land to China, West Asia and Central Asia. The dash linked. Silk route ആണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. Silk route. Then sixth one. Most of India's trade with West Asia passed through the port of dash. The port of Brigugacha.
Prigugacha. CHCHHEA. Prigugacha. Next one. Sangha literature was refers to the Romans as Yavanas. Then, 8th one. Italian pottery called dash has been found in Arikamedu, Aratine. Okay. Next, true or false? G. Some ring wells were used as pits for dumping waste. Waste dump ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ring well use ചെയ്തത്. True. Second one. Northern black polished wire is a type of iron tool. That also true. Third one. Bodh Gaya was a pilgrimage center. True. Fourth. The Arthashastra gives some information on trade. True. Fifth one. Muslin was a kind of fine cloth exported from India. True. Sixth one. Punch-marked coins were used in the early kingdoms of India. True. Seventh one. Ancient Indian trader, it's good for Roman gold and silver coins. True. Okay. What is the speciality of this, true or false? Everything is true. 1 to 7 is true. Then, choose the correct option. Iron played an important role in the growth of cities because iron tools helped increase agricultural surplus. H1B. 2. Terracotta rings were placed inside the wells in order to prevent the walls on the wells from caving in. Prevent but 2D. What is the third one? Which of the following towns was not an administrative center? Administrative center അല്ലാത്തത് ഏത് ടൗൺ ആണെന്നുള്ളത്? None of these. ഇതൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പോൾ D ആണ്. Fourth one. Which of the following was not a port city? തക്ഷശിലയാണ്. We say in Malayalam Takshashila, but in English here is Takshila. Next one. Members of South Indian Trade Guild were called Nigamatas. B. Sixth one. Which of the following was a port in Chola country? Arikamedu. Okay, port in Chola, Arikamedu. B. Okay, here F, G, H over. Okay, children. Then we want to discuss about A part. All of you look at textbook. Firstly, you want to find the answer. After that, all of you write. First question, around when were India's earliest Iron Age established? Iron Age cities established. Answer, later Vedic period. First question answer, later Vedic period. Second question, what is Sangam literature? Take page number 60. Okay. First paragraph second paragraph Sangam literature. Here, last part. Sangam literature was, this literature kattiya. Sangam literature was compiled from Tamil presentations made by scholars and poets at 3 assemblies held at Madurai under royal patronage. It is the answer of A2. Then A3. What is A3 question? Who were the Vellalar? Flourishing village in the heading and first paragraph, 4th line.
In South India, landowners were called Vellalar. In South India, landowners were called Vellalar. Then A4. What were ringwell? Page number 61, left side, first paragraph. Okay. കാണുന്നുണ്ടോ ഇവിടെ? Ringwells had terracotta rings placed one above the other inside to prevent the walls from caving in. Some ringwells were used as pits of dumping waste. It is the answer of A4. Then A5. What is A5? Name any 3 kinds of specialized craftsmen mentioned in early Buddhist text. Growth of craft, second line. Specialized craftsmen such as carpenters, oil pressers, stone workers, ivory workers, metal workers, jewelers, weavers, etc. നമ്മളോട് 2 ചോദിച്ചുള്ളൂ, നിങ്ങൾ അത് മുഴുവൻ എഴുതിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What were the large towns in North India called? മഹാനഗര. മഹാനഗര. ആ ടൗൺസ് എന്നുള്ളതിൽ തേർഡ് ലൈനിലുണ്ട് മഹാനഗര. Then question number 7. Name 2 things from South India that were in great demand in North Indian market. Great demand in North Indian market. A7. Take page number 62, left side, third paragraph. First paragraph 2 line ullu, idu avadeyanu third paragraph. Second line. A7 answer. Diamonds and other precious stones, conch shell, pearls and textiles from South India were in great demand in northern market. It is the answer of A7. Then A8. Mention 2 places with which South India had overseas trade. Answer. Same page, paragraph 4, first line. 1, 2, 3, 4 first line തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. South India had overseas trade with Arabia and the Roman Empire in the west and with Southeast Asia in the east. It is the answer of A8. Okay, A part is over. Okay children, A part is over. Then B part, B1. Name any 2 sources that tell us about the cities of the early Indian kingdom. First, B1. Take first page, page number 60, left side, second paragraph, 8th line. Our knowledge about these cities has been drawn mainly from archaeological remains discovered at the sites of the cities and from Buddhist literary works such as Jataka tales. It is the answer of B1. Then B2. Mention the 3 broad categories of farmers who lived in ancient Indian village. Page number 60, left side, third paragraph. Flourishing village in the first sentence. Second line. Farmers belonged to 3 broad categories: the very rich landowners, the small landowners and the landless laborers. It is B2. Then B3. Mention 1 way in which the production of surplus crops led to the growth of towns. Page number 61, left side, second paragraph, third line. As kingdom expanded, more and more lands were brought under the improved farming method. This gave rise to a large crop surplus. The surplus crops were traded. Trade led to the growth of towns. It is the answer of B3. Then B4. Name any 2 market towns of ancient India. 2 ne choichullu, but we want to write 3. You want to write the answer. Padaliputra, Prayag and Ujjain. Padaliputra, Prayag and Ujjain. Page number 61, towns എന്നുള്ളതിൻ്റെ താഴെ സെൻറ്റൻസായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി.
Padaliputra, Prayaga and Ujjain. Then B5. Why was the town of Madura important? Why was the town of Madura important? Town's second paragraph. Okay, page number 61, right side town and this second paragraph complete ആണ്. B5. The town of Madura തൊട്ടിട്ട് Buddhist and Jains വരെ paragraph full B5. Then B6. What is B6? Mention two things that rulers did to promote trade. അതൊരു പാരഗ്രാഫായിട്ട് നമുക്ക് ഷോർട്ടായിട്ട് തിങ്സ് ടു റിമെമ്പറിൽ നിന്ന് എഴുതാം. തിങ്സ് ടു റിമെമ്പറിൽ 1 2 3 4 5 6th തിങ്സ് ടു റിമെമ്പറിൽ 6th പോയിന്റിൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഫ്ലറിഷ്ഡ് അലോങ് റോഡ്സ് ആൻഡ് റിവേഴ്സ് അങ്ങനെ എഴുതിയാൽ മതി. ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഫ്ലറിഷ്ഡ് അലോങ് റോഡ്സ് ആൻഡ് റിവേഴ്സ്. ഇറ്റ് ഈസ് ദ ആൻസർ ഓഫ് B6. അതായത് ചുരുക്കി പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ പോർട്ടിന് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിനെയാണ് കണക്ട് ചെയ്തതെന്ന് പേജ് നമ്പർ 62 സെക്കൻഡ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിനെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് തിങ്സ് ടു റിമെമ്പറിലെ 6th പോയിൻ്റാണ് തന്നിട്ടുള്ളത്. 6th പോയിൻ്റത്തെ ഒരു സെൻറ്റൻസ് മാത്രം. ദെൻ B7. How did the introduction of coinage promote trade? B7 answer page number 62 ലാസ്റ്റ് പാരഗ്രാഫ് ലെഫ്റ്റ് സൈഡ് ലാസ്റ്റ് പാരഗ്രാഫിൽ കോയിനേജിൽ 3rd ലൈൻ ഉണ്ടായിരിക്കും. കോണ്ടാക്ട് വിത്ത് ദ പേർഷ്യൻസ് ആൻഡ് ഗ്രീക്സ് പോസിബിളി ലെഡ് ടു ദ ഇൻട്രഡക്ഷൻ ഓഫ് കോയിനേജ് ഇൻ ഇന്ത്യ. Punch-marked silver, copper and bronze coins and unmarked copper coins came into use around the 6th century BC. Coins provided a uniform and convenient means of exchange. This promoted trade. Next question. Name 5 trading port of South India. That also included things to remember. 6th point 3rd line. Things to remember 6th point നേരത്തെ നമ്മൾ അണ്ടർലൈൻ ചെയ്തില്ലേ, അതിൽ 3rd ലൈൻ ഉണ്ട്. തൊണ്ടി മുസീരിസ് പഹാർ, that is in Kaveri Pattanam. Arikamedu and Korkai were important trading ports in South India. സൗത്ത് ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പോർട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തിങ്സ് ടു റിമെമ്പറിൽ കൊടുത്തിട്ടുണ്ട് 6th പോയിന്റിൽ 3rd ലൈന്. ദെൻ സി പാർട്ട് C1. How did rulers try to increase agricultural production? That answer also included things to remember 3rd point. The wide use of iron tools, ox-drawn plows and irrigation helped increase agricultural production. Rulers controlled irrigation. They had canals, dams and ringwells constructed. Surplus crops were traded. It is the answer of C1. Then C2. Mention 5 items that India exported in the ancient period and 5 items that it imported. This answer included page number 63. Okay, page number 63 first paragraph 4th line, 5th line. എവിടെയാണെന്ന് കാണുന്നുണ്ടോ? ഈ മാപ്പിനൊക്കെ താഴെയായിട്ടുള്ള ഫസ്റ്റ് പാരഗ്രാഫിൽ 5th ലൈൻ. Fine textiles from the Chola kingdom were an important item of export in addition to beads, semi-precious stones, shell bangles and glass. Roman gold, silver, gems, lamps, glassware, wine, garam and olive oil were imported. അപ്പോൾ എക്സ്പോർട്ടഡ് ആയിട്ടും ആയി ഇമ്പോർട്ടഡ് ആയിട്ടും ആയി. ഓക്കെ, ദെൻ 3rd question C3. Write a note on role of guild in ancient India. Okay, C3 answer page number 62 right side guild first paragraph. ഈ പാരഗ്രാഫ് ഫുള്ള് C3യുടെ ആൻസർ ആണ്. അതായത് merchants and craftsmen തൊട്ടിട്ട് നിഗമാതാർസ് വരെയുള്ളത് C3. Then C4. Write briefly about അരിക്കമേഡു. അരിക്കമേഡുവിനെ കുറിച്ച് ചുരുക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തിങ്സ് ടു റിമെമ്പറിലെ ലാസ്റ്റ് പോയിൻ്റ് എടുക്കാം. Things to remember, last point. Arikamedu was an important center of trade with Rome. Some Roman traders seem to have settled here. Remains of Roman Ambore and Italian Aretine where have been found in Arikamedu. Okay, D part no need. Want to find briefly about Indian trade and trade connecting during the ancient period. A chapter മൊത്തത്തിൽ റിലേറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻ ആണ്. നോ നീഡ് ടു റൈറ്റ് ദ ആൻസർ. ഓൾ ഓഫ് യു ലിസൺ. അപ്പോൾ all exercise
part now we completed. All of you should write very neat and clearly in your notebook with the help of textbook. ടെക്സ്റ്റ്ബുക്കിൻ്റെ സഹായത്തോടു കൂടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. Okay, to be continued on next class. Thank you, children.